ഹരേ രാമ ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു, ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. നാം പോലും ഒരിക്കലും സങ്കല്പിക്കാത്ത നല്ലതും ചീത്തയുമായ പലതും സംഭവിച്ചു കഴിഞ്ഞു. അതെല്ലാം നാം അനുഭവിക്കേണ്ട കർമ്മഫലങ്ങൾ തന്നെ. പിന്നെ നാളെ എന്താണ് ജീവിതത്തിൽ വന്നു ചേരുക എന്നോർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ നിമിഷം എന്താണ് നടക്കുന്നത് അതാണ് സത്യം. അത് നന്മകൾ നിറഞ്ഞതും സമാധാനം നൽകുന്നതുമാവാം നാം ചെയ്യുന്ന കർമ്മങ്ങൾ. സത്യധർമ്മങ്ങൾ നിറഞ്ഞതാവാൻ ഈശ്വരനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഈശ്വരപാതയിൽ ജീവിതം നയിക്കുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്കായി വന്നു ചേരാനുള്ളതും നന്മകൾ മാത്രമായിരിക്കും. നാം നിശ്ചയിക്കും പോലെ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല. ഓരോ ജീവനും ഈശ്വരൻ ഓരോ നിയോഗങ്ങൾ വിധിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയേ നടക്കൂ. അതുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കാനാവില്ല. ആ കർമ്മങ്ങൾ ഈശ്വരനിൽ അധിഷ്ഠിതമായി ചെയ്യുന്നവർക്ക് തിന്മയുടെ ശിക്ഷകൾ ജീവിതത്തിൽ അനുഭവിക്കാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് നമ്മുടെ ജന്മനിയോഗം എന്തോ അത് നിറവേറ്റാനും ഈശ്വരപാദങ്ങളിൽ മോക്ഷമടയാനും കഴിയും. ഇതിനിടയിൽ ജീവിതത്തിൽ പാപകർമ്മങ്ങൾ ചെയ്താൽ ജന്മങ്ങളിൽ ദുരിതവും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പല പല ജന്മങ്ങൾ എടുക്കേണ്ടതായി വരും. അവസാനം സത്യത്തിൻ്റെ പാതയിലൂടെ നാം ജീവിതം നയിക്കും വരെ മനസ്സിലും ചിന്തയിലും ഈശ്വരഭക്തി ഉള്ളവർക്ക് നല്ലതായ ചിന്തകളെ വന്നു ചേരൂ. അല്ലാത്തവർ എല്ലാം തന്നെ വിപരീത ബുദ്ധിയിലെ ഏതു കാര്യവും ഉൾക്കൊള്ളുകയുള്ളൂ. സമാധാനവും സന്തോഷവും സൗഭാഗ്യങ്ങളും ശാശ്വതമായി ലഭിക്കാൻ ഈശ്വര കാരുണ്യം നേടിയെടുത്തേ മതിയാവൂ. അല്ലാതെ വന്നു ചേരുന്നതെല്ലാം അതേപോലെ തന്നെ നഷ്ടമാവുകയും കൂടുതൽ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയും വരും. അതിനാൽ നമുക്ക് ഈശ്വരപാതയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് തികഞ്ഞ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിതം നയിച്ചുകൊണ്ട് ഈശ്വരപാദങ്ങളിൽ തന്നെ അഭയം തേടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.